എനിക്ക് എൻ്റെ വീട്ടിലൊരു സ്റ്റീൽ പാത്രം ഉണ്ടായത് എൻ്റെ ഭാര്യയ്ക്കും എനിക്കും വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പാത്രം. ഈ സ്റ്റീൽ പാത്രം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് തുടച്ചിട്ട് വെള്ളമില്ല കഴുകാൻ, തുടച്ചിട്ട് കെമിക്കൽ കൊണ്ടുവന്നിട്ട് ആ കെമിക്കൽ അതിൽ ഒഴിച്ചിട്ട് ആ കെമിക്കൽ ഈ സ്റ്റീൽ പാത്രത്തിൽ നിന്നിട്ടാണ് അയാൾ ഫിലിം വാഷ് ചെയ്തിരുന്നത്. ഇരുട്ടത്ത് ബാത്റൂം അടച്ചിട്ട് അതിനകത്ത് ഇരുന്നിട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ജീവിതമാണ്. കാരണം ഞാൻ വന്ന കാലഘട്ടം വ്യത്യാസമുണ്ട്. ഞാൻ പോയിരുന്നത് കാറിലാണ്, അദ്ദേഹം വന്നത് കഴുതപ്പുറത്താണ്. ഇതാണ് വ്യത്യാസം. അതെ. UAE എന്ന രാജ്യത്തിൻ്റെ ചരിത്രവും പിറവിയും വളർച്ചയെല്ലാം ഒപ്പിയെടുത്ത ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ രമേശ് ശുക്ല എന്ന 87 വയസ്സുകാരൻ ദുബായിൽ അന്തരിച്ചു. 1965 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് കപ്പൽ മാർഗമാണ് 20-ാം വയസ്സിൽ അദ്ദേഹം ഷാർജയിലെത്തിയത്. 6 പതിറ്റാണ്ടോളം UAEയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു ഫോട്ടോഗ്രാഫറായി അദ്ദേഹം പ്രവർത്തിച്ചു. റോയൽ ഫോട്ടോഗ്രാഫർ എന്നാണ് അദ്ദേഹത്തെ ലോകം വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചകളിലേക്ക്. രമേശ് ശുക്ല എന്ന ഫോട്ടോഗ്രാഫറുടെ മരണത്തിന് തൊട്ടുമുമ്പുള്ള അവസാന നിമിഷങ്ങൾ പകർത്തിയെടുത്തത് ഒരു മലയാളിയാണ്. പഴയകാല ഫോട്ടോഗ്രാഫർ എന്ന് അറിയപ്പെടുന്ന ലെൻസ്മാൻ ഷൗക്കത്താണ് ഈ ജീവിതയാത്രയിലെ അവസാന ഭാഗങ്ങൾ ഒപ്പിയെടുത്തത്. ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ കാഴ്ചകളിലേക്ക്. നമസ്കാരം. UAE എന്ന രാജ്യം റോയൽ ഫോട്ടോഗ്രാഫ് എന്ന് വിളിക്കുന്ന രമേശ് ശുക്ല അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായ ഏക മലയാളി ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളാണ്. 60 വർഷം ഫോട്ടോഗ്രാഫി ജീവിതം പിന്നിട്ട മനുഷ്യൻ, അതേപോലെ തന്നെ UAE ഫോട്ടോഗ്രാഫി ലെൻസ് ജീവിതം മുന്നിട്ട മനുഷ്യൻ, രണ്ടുപേരും കൂടിക്കാഴ്ചയായിരുന്നു സംഭവിച്ചത്. ആരാണ് ശരിക്കും രമേശ് ശുക്ല? രമേശ് ശുക്ലയെ വെറും ഒരു ഫോട്ടോഗ്രാഫറായിട്ട് മാത്രം നമുക്ക് കാണരുത്. അദ്ദേഹം തൻ്റെ ജീവിതം തൻ്റെ തൊഴിലിന് വേണ്ടി ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി സമർപ്പിച്ച ആളാണ്. അദ്ദേഹം 1965 ഇവിടെ എത്തിയത്. അതിനു മുമ്പ് അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഫോട്ടോഗ്രാഫറായിരുന്നു. ഗുജറാത്തിലാണ് ജനിച്ചത്. അദ്ദേഹം 65 ഇവിടുത്തെ അവസ്ഥ അറിയാൻ, കറണ്ടില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ $1 അദ്ദേഹം കപ്പൽ കയറി ഒറ്റയ്ക്കോട് വരികയാണ്. അങ്ങനെ വന്ന ഒരാൾ ഒരു രാജ്യത്തിൻ്റെ രൂപീകരണത്തിൽ ഭാഗമാവുകയും ചരിത്രത്തിൻ്റെ ഭാഗമാവുകയും അദ്ദേഹം ഉണ്ടാക്കി തീർത്തിട്ടുള്ള ആ ഒരു ഇമേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജുകൾ ലോകം മുഴുവനും വ്യാപിക്കുകയും അത് മാത്രം ഇന്ന് പ്രചരിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചാൽ ഏതൊരു മനുഷ്യൻ്റെയും ഒരു സ്വപ്ന സാഫല്യമാണ്. അദ്ദേഹം ഇവിടെ വന്നു, ഇവിടുത്തെ ഭരണാധികാരികളായിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളെടുത്ത് ഷെയ്ഖ് സായിദിനും ഷെയ്ഖ് റാഷിദിനും കാണിച്ചു കൊടുത്തപ്പോൾ അവർ ആദ്യമായിട്ട് പറഞ്ഞത് ഇയാളോട്, ഇയാൾ പേരല്ലേ ചോദിച്ചത്, ഫന്നാൻ കബീർ എന്നാണ് പറഞ്ഞത്. ഫന്നാൻ കബീർ എന്ന് പറഞ്ഞാൽ നീ ഒരു മഹാനായ കലാകാരനാണ് എന്നുള്ളതാണ്. ആ വാക്യാണത്ര ഇദ്ദേഹത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള കാരണം. പിന്നെ ഇദ്ദേഹം ലക്ഷോപലക്ഷം ഫോട്ടോകളെടുത്ത് ഈ രാജ്യത്തിൻ്റെ ചരിത്രങ്ങൾ ഒപ്പിയെടുത്തു. അങ്ങനെ ഇദ്ദേഹത്തെ തേടി ഞാൻ കോവിഡിന് മുമ്പേ നടക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിനെ പിടികിട്ടുന്നില്ല. കാരണം ഇദ്ദേഹം സാധാരണക്കാരനല്ല, വെറും റോയൽറ്റി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ പിന്നീട് ഇദ്ദേഹത്തായിട്ട് 1-2 തവണ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സിമ്പിളായിട്ടുള്ള മനുഷ്യൻ, ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ലക്ഷോപലക്ഷം ദിർഹംസിൻ്റെ ക്യാമറാസ്, ലെൻസസ്, ഇതൊന്നും ഒരാളിലും ഇനി ഞാൻ കണ്ടിട്ടില്ല, കാണാൻ പറ്റില്ല. ഇതൊന്നും അദ്ദേഹം വിൽക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോസ്, ഒരുപാട് പെയിൻറ്റിങ്സ് ഇയാൾ ഉണ്ടാക്കിയിട്ട് ഇതൊന്നും വിൽക്കാൻ ശ്രമിക്കില്ല. അതൊക്കെ വെറുതെ വീട്ടിലിങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. വീടിനകത്ത് ഞാൻ ബാത്റൂമിനകത്ത് പോയിട്ടുണ്ട്. ആ ബാത്റൂമിനകത്ത്
ലൈബ്രറിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഏറ്റവും നല്ലത് ലൈബ്രറി ബാത്റൂമിനകത്താണ്. ഇങ്ങനെയൊക്കെയാണ് ഇയാൾ പറയണത്. അങ്ങനെ വിചിത്രമായൊരു മനുഷ്യൻ. പക്ഷേ ഇദ്ദേഹത്തിനെ എൻ്റെ ബുക്കിലേക്ക് പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നില്ല. എനിക്ക് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു, ഷാജി ഇനി എനിക്ക് ഈ ബുക്ക് ചെയ്യണമെങ്കിൽ ചിന്തിക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് എൻ്റെ കൈ കൊണ്ട് എടുക്കണം. കാരണം ഞാൻ എടുത്ത ഫോട്ടോസ് മാത്രമേ വരാൻ പാടുള്ളൂ, വേറെ ഒന്നും പാടില്ല. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ബുക്ക് ആവില്ലല്ലോ. അതുകൊണ്ട് ഇത് എടുത്തേ പറ്റൂ, അദ്ദേഹത്തിന് ഫീച്ചർ ചെയ്തേ പറ്റൂ. പറഞ്ഞു ഒരു ദുഃഖ വാർത്ത പറയാനുണ്ട്, അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആശുപത്രിയിലാണ്. അതോടുകൂടി ഞാൻ തകർന്നു. ഷാജി, ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഇദ്ദേഹം എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും നമുക്ക് പുസ്തകം കംപ്ലീറ്റ് ആവില്ല. എത്രയും കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് വേസ്റ്റ് ആയി പോകും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഈ ചരിത്ര പുസ്തകം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഹസൽബ്ലാഡ് എന്ന് പറയുന്ന 100 മെഗാപിക്സലുള്ള ക്യാമറയാണ് മേടിച്ചിട്ടുള്ളത്. ഞാൻ US നിന്ന് വരുത്തിയാണ് ഞാൻ. അങ്ങനെ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യയുടെ സോഫയിൽ അദ്ദേഹം കിടക്കുന്നുണ്ട്. ഭാര്യയുടെ മടിയിലാണ് അദ്ദേഹത്തിൻ്റെ കാല് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷാജിനെ കണ്ടപ്പോൾ ഹലോ ഷാജി എന്ന് പറഞ്ഞവരാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഷാജി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോഴും അദ്ദേഹം നല്ല വേഷവിധാനത്തിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കണ്ടു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയൊരു ക്യാമറ ഉണ്ട്, ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയത്, 1 ഇഞ്ച് വലുപ്പമുള്ളൂ. ആ ക്യാമറ ഷാജി ഗിഫ്റ്റ് ചെയ്തു. അതോടുകൂടി പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ക്യാമറ എന്ന് കേൾക്കുമ്പോൾ പുള്ളിക്ക് ആവശ്യം വരും. ഷാജി പറഞ്ഞു, ഷൗക്കത്തിൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്, ഹസൽബ്ലാഡ് ഉണ്ട്. ഹസൽബ്ലാഡ് ഏത് ക്യാമറ? ഇത് എണീക്കുന്നു. എനർജി പോലെ എണീക്കുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ 100 മെഗാപിക്സൽ ഡിജിറ്റൽ ക്യാമറ. ഓ അത് ശരി, ക്യാമറ എടുക്കൂ എന്ന് പറഞ്ഞാൽ ക്യാമറ എടുത്ത് നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. നല്ല ഫോട്ടോ എടുത്തോയില്ലേ, വെറുതെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ക്യാമറയാണത് എന്നൊക്കെ പറഞ്ഞു. ഷാജി പറഞ്ഞു, ഷൗക്കത്തിന് ബുക്ക് ഉണ്ടാക്കുന്നുണ്ട്, ചരിത്രം നിങ്ങളില്ലാതെ എങ്ങനെ എഴുതാൻ കഴിയും? അതെ, 85 വർഷത്തെ ചരിത്രം. അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ നമ്മൾ കാണാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, അതിനെന്താ ഇയാളെ എണീറ്റിരിക്കുന്നു, ഇയാളെ എണിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇരിക്കണ്ട, ഇങ്ങോട്ട് ഇരുന്നാൽ. അപ്പം ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്, എനിക്ക് ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്. പക്ഷേ ഈ ബുദ്ധിമുട്ടിക്കേണ്ട ഇരിക്കുന്നോട് നിന്നൊരു ഫോട്ടോ കിട്ടിയാൽ മതി. അപ്പോൾ അയാൾ ഇവിടെ ഇരിക്കുക, ജോലിക്കാരോട് പറഞ്ഞു ലൈറ്റ് ആ കർട്ടൻ തുറക്കൂ. അപ്പോൾ അയാൾ പോയി ഇപ്പുറത്തെ കർട്ടൻ പറഞ്ഞു, ആ കർട്ടനല്ല ഈ കർട്ടൻ തുറക്കും. അപ്പോൾ ഒരുത്തും പോയി ലൈറ്റ് ഇട്ടു. ലൈറ്റ് 85 വയസ്സിലാണ് ഈ ലൈറ്റ്. 85 വയസ്സിൽ, അല്ലേ? 87 വയസ്സായി. 87 വയസ്സിലാണ് ലൈറ്റ്. ജോലിക്കാരൻ പോയി ഈ ലൈറ്റ് റൂമിലോട്ട് പറഞ്ഞു, ഒരിക്കലും ലൈറ്റ് ഇടണ്ട, ഈ അവൈലബിൾ ലൈറ്റിൽ ഈ സോഴ്സിൽ ഫോട്ടോ എടുത്താൽ മതി. ഇരിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞു, ഞാൻ 100% ആഗ്രഹിച്ച പിക്ചർ കിട്ടണമെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇരിക്കണം. പക്ഷെ എങ്ങനെ പറയും? ഒരിക്കലും ഇങ്ങനത്തെ ആളോട് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഷാജിയുടെ ആംഗ്യ ഭാഷയെ പറഞ്ഞു ഇതാണ്. അപ്പം ഷാജി പറഞ്ഞു അതിനെന്താ? ഷാജി പറഞ്ഞു രമേഷ് സാബ് ഇതാണ് സ്ഥലം, അതിനെന്താ? അവിടെ ഇരുന്നു. അപ്പം പിന്നെ എനിക്ക് ആവേശമായി. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കും. ഞാനൊരു 2 മണിക്കൂറാണ് ഫോട്ടോ എടുക്കുന്നത്. ഞാനതെല്ലാം എടുത്ത് തീർത്തു. പിന്നെ ഷൗക്കത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, 85 വയസ്സിലാണ് ഒരാളുടെ ജീവിതം ആരംഭിക്കുന്നത്. 85 വയസ്സിൽ അവസാനിക്കുകയല്ല, അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അതായത് മരണത്തെ തൊട്ടുമ്പ് പറഞ്ഞ വാക്കുകളാണ്. ഞാൻ ഒരു പിടുത്തം കിട്ടില്ല. അതായത് മരണത്തിലാണ് ജീവിതം ആരംഭിക്കുന്നതെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ വന്ന് ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം എനിക്കെന്തായിരുന്നോ വേണ്ടത് അതൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട് കൃത്യമായിട്ട്. ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് കിടന്നു തുടങ്ങി. രാവിലെ ഒരു കോൾ വന്നു. അപ്പോൾ അവിടുത്തെ ജോലിക്കാരൻ എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഷൗക്കത്ത് സാബ്, യു ആർ ദ മോസ്റ്റ് ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ഞാൻ ചെന്തി, യു ആർ ദ വൺ ഹൂ ടുക്ക് ഹിസ് ലാസ്റ്റ് പിക്ചർ. നിങ്ങളാണ് ഇയാളുടെ അവസാനത്തെ പിക്ചർ എടുത്തത്. നിങ്ങളുടെ കൂടിന് ഇയാളെന്ന് അവസാനത്തെ ഫോട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ആൾ പോസ് ചെയ്തത്. രാജ്യം അദ്ദേഹത്തിന് വേണ്ടി പോസ് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പോസ് ചെയ്തത്. അതും ലാസ്റ്റ്. ഈസ് നോ മോർ. അദ്ദേഹം മരിച്ച് ജീവിച്ചിട്ടില്ല, അദ്ദേഹം ജീവിച്ച് മരിക്കുക ചെയ്തിട്ടില്ല. കാരണം ഒരു നിമിഷം പോലും പുള്ളിക്ക് റെസ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ശരിക്കും മനസ്സുകൊണ്ട് തളർന്നു പോയോ കേട്ടപ്പോൾ? പക്ഷേ നിങ്ങളിലുള്ള ലെൻസിലേക്ക് അദ്ദേഹം പതിഞ്ഞു അല്ലേ? നിങ്ങളുടെ ലെൻസിലാണ് അദ്ദേഹം അവസാനമായി പതിഞ്ഞത് അല്ലേ? കാരണം ഇത്രയും മഹാനായ ജീവിതത്തിൽ ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ത്യാഗം സഹിച്ച അയാൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിലൊരു സ്റ്റീൽ പാത്രം ഉണ്ടായത് എൻ്റെ ഭാര്യയ്ക്കും എനിക്കും വേണ്ടിയിട്ട്. ഒരു സ്റ്റീൽ പാത്രം. ഈ സ്റ്റീൽ പാത്രം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തുടച്ചിട്ട്
കെമിക്കൽ കൊണ്ടുവന്നിട്ട് ആ കെമിക്കൽ അതിൽ ഒഴിച്ചിട്ട് ആ കെമിക്കൽ ഈ സ്റ്റീൽ പാത്രത്തിൽ നിന്നിട്ടാണ് അയാൾ ഫിലിം വാഷ് ചെയ്തിരുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ വീട്ടിൽ അയാൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് ആ ഭക്ഷണം കഴിയുന്ന സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും ശരിയാണല്ലോ പറഞ്ഞത്, എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, കാരണം ഞാനത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ആ ഫിലിം വാഷ് ചെയ്തിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഇങ്ങനെയാണ് വാഷ് ചെയ്തത്. ഇത്ര ഉണ്ടാവും ഒരു നീളം, അതിങ്ങനെ വാഷ് ചെയ്യും. അത് സ്വന്തം ഭക്ഷണപാത്രത്തിൽ വാഷ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഫോട്ടോഗ്രാഫർ, അതും ബാത്റൂമിൽ. അപ്പോൾ അദ്ദേഹത്തിനെ വെറും ഒരു ഫോട്ടോഗ്രാഫറായിട്ട് മാത്രം നമുക്ക് കാണാനോ അല്ലെങ്കിൽ രാജാവിൻ്റെ ഫോട്ടോ എടുത്തു എന്ന് പറയുന്നത് കാണാൻ. ഞാനും പാലസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കും വളരെയധികം ഇവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് പരിചയമുള്ളതാണ്. പക്ഷേ അതുപോലത്തെ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല, കാരണം ഞാൻ വന്ന കാലഘട്ടം വ്യത്യാസമുണ്ട്. 1971 ഡിസംബർ 2 UAE 7 എമിറേറ്റുകളെയും ഭരണാധികാരികൾ ചേർന്നുകൊണ്ട് യൂണിയൻ കരാറിൽ ഒപ്പുവെച്ചു. ആ ചരിത്ര നിമിഷത്തെ ഒപ്പിയെടുത്തത് രമേശ് ശുക്ല എന്ന ഫോട്ടോഗ്രാഫറാണ്. പിന്നീട് ഈ ചിത്രമാണ് സ്പിരിറ്റ് ഓഫ് യൂണിയൻ എന്ന പേരിൽ UAE ഔദ്യോഗിക ലോഗോയായി മാറിയത്. ഞാൻ നിങ്ങൾക്കൊരു സാധനം തരാം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് എടുത്തു. അപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് നോട്ടൊന്നും വേണ്ട, പൈസ വേണ്ട. അപ്പോൾ ഈ നോട്ടിന് പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം ആദ്യം കാണിച്ചത് ഷെയ്ഖ് സായിദിന്റെ പിക്ചറാണ്. അതെ, ഷെയ്ഖ് സായിദിന്റെ പിക്ചർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് സായിദിന്റെ പിക്ചറാണ് അദ്ദേഹം ആദ്യം കാണിച്ചത്. UAE രാഷ്ട്രപിതാവ്. അതെ, അതിനുശേഷം അദ്ദേഹം യൂണിയൻ രൂപീകരണം, സ്പിരിറ്റ് ഓഫ് യൂണിയൻ 1971 UAE രൂപീകരണത്തിന്റെ ഫോട്ടോ അല്ലേ, 7 ഭരണാധികാരികൾ. അതെ, ഈ ഫോട്ടോ എന്നോട് പറഞ്ഞു, ഇത് എൻ്റെ സമ്മാനമാണ്, പക്ഷെ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പാടില്ല നോട്ടിൽ, അതെ, അതുകൊണ്ട് നിങ്ങൾ എന്നും സൂക്ഷിച്ചു വെക്കണം. UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിൻ്റെ ഈ മനോഹരമായ ഫോട്ടോ ഉള്ള, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് യൂണിയൻ എന്ന 7 ഭരണാധികാരികൾ പടമുള്ള ഈ 50 ദിർഹത്തിൻ്റെ പുതിയ നോട്ട് ഉള്ള പടം പോലും ഈ റോയൽ ഫോട്ടോഗ്രാഫർ എന്ന ഇന്ത്യക്കാരൻ രമേശ് ശുക്ലയുടെയാണ്. രമേശ് ശുക്ലാജി ഏറ്റവും അവസാനമായിട്ട് കൊടുത്ത ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ അത് ഈ മലയാളിക്കാണ്. അത് ഞാൻ അപ്പം തന്നെ മടക്കി, അപ്പം തന്നെ ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതിന് പകരം തരാനൊന്നുമില്ല എൻ്റെ കയ്യിൽ. ഇത് 50 ദിർഹമാണെങ്കിലും അതിനേക്കാൾ എത്രയോ ഇരട്ടി വില മതിക്കുന്നതാണ് എന്ന് കരുതി. എന്നിട്ട് ഇതൊന്ന് ഞാൻ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കും. Middle East this week. Costume courtesy by Alan Soli Shirts.